ശിഷ്യരുടെ മനസ്സിൽ ആത്മശക്തി പ്രകാശിപ്പിക്കുന്നവരാണ് യഥാർത്ഥ ഗുരുക്കന്മാരെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. അമൃതപുരിയിൽ നടന്ന ഗുരുപൂർണിമ ആഘോഷത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. ഗുരുവിന്റെ പാദങ്ങളിൽ ശിഷ്യൻ കൃതജ്ഞതാപൂർണമായ ഹൃദയത്തെ സമർപ്പിക്കുന്നതിന്റെ പ്രതീകമാണ് ഗുരുപൂർണിമ. നേടിയവനെ കൊടുക്കാൻ കഴിയൂ, അറിഞ്ഞവനെ അറിയിക്കാൻ കഴിയൂ, അതാണ് ഗുരു ചെയ്യുന്നതെന്നും അമ്മ ഗുരുപൂർണിമ ദിന സന്ദേശത്തിൽ പറഞ്ഞു. ജന്മജന്മാന്തര ബന്ധനങ്ങളെ അർക്കുന്ന ഗുരുവിന്റെ പാദത്തിൽ കൃതജ്ഞതാപൂർണമായ ഹൃദയത്തെ ശിഷ്യൻ സമർപ്പിക്കുന്നതിന്റെ പ്രതീകമാണ് ഗുരുപൂർണമി. ഗുരു ഒരു സമയം പ്രേമത്തിന്റെ ചന്ദ്രനും ജ്ഞാനത്തിന്റെ സൂര്യനുമാണ്. പൂന്നുല പോലെ കുളിർമയും ആനന്ദവും പകർന്ന് ശിഷ്യരുടെ ദുഃഖങ്ങളെ അകറ്റുന്നുണ്ട് ഗുരു പ്രേമചന്ദ്രനാണ്. അജ്ഞാനത്തിന്റെ എല്ലാ ബന്ധനങ്ങളെയും തിന്മകളെയും ഇല്ലാതാക്കുന്നുണ്ട് ഗുരു ജ്ഞാനസൂര്യനാണ്. ഗുരുപൂർണിമ എന്നത് യഥാർത്ഥത്തിൽ പാദപൂജയോ ചടങ്ങുകളോ അല്ല. സമർപ്പിതമായ ശിഷ്യന്റെ മനസ്സിലാണ് ഗുരുപൂർണിമ പ്രകാശിക്കുന്നത്. ഗുരു എന്നും എപ്പോഴും പൂർണിമ തന്നെയാണ്. കാരണം ഗുരുവിൽ അജ്ഞാനത്തിൻ്റെയോ അഹങ്കാരത്തിൻ്റെയോ അന്ധകാരമില്ല. ശിഷ്യ മനസ്സുകളിലെ അന്ധകാരത്തെ അകറ്റുന്ന, എല്ലാവരിലും നന്മ ചൊരിയുന്ന ആത്മചന്ദ്രനാണ് ഗുരു. ശിഷ്യന്റെ മനസ്സിൽ അതനുസരിച്ചുള്ള ഭാവവും സമർപ്പണവും ഉണ്ടെങ്കിൽ മാത്രമേ ഗുരുവിന്റെ പൂർണിമ അവന് അനുഭവപ്പെടുകയുള്ളൂ. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്കും, അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്കും, മരണത്തിൽ നിന്നും അമരത്തിലേക്കും കൈപിടിച്ച് നയിക്കുന്ന ഗുരുവിനോടുള്ള ശിഷ്യന്റെ കടപ്പാട് ഒരിക്കലും തീരുന്നതല്ല. നേടിയവനെ കൊടുക്കാൻ കഴിയൂ, അറിഞ്ഞവനെ അറിയിക്കാൻ കഴിയൂ, ശാന്തി അനുഭവിച്ചവനെ ശാന്തി പകരാൻ കഴിയും. ഒരുവൻ എത്ര വലിയ തപസ്യാണെങ്കിലും പണ്ഡിതനാണെങ്കിലും പൂർണ്ണത കൈവരണമെങ്കിൽ പൂർണ്ണനായ ഗുരുവിനെ ആശ്രയിക്കുക തന്നെ വേണം. എല്ലാ ആഗ്രഹവും തീർന്നവരാണ് ഗുരുക്കന്മാർ. എങ്കിലും കാരുണ്യത്താൽ അവർ സംസാര ദുഃഖത്താൽ കഷ്ടപ്പെടുന്നവരെ ഒത്തിരിക്കാനായി സ്വയം സമർപ്പിക്കുന്നു. മുക്തനാവാൻ തീവ്രമായി ആഗ്രഹിക്കുന്ന ശിഷ്യഹൃദയവും അതിനോട് കാരുണ്യപൂർവ്വം പ്രതികരിക്കുന്ന ഒരു ഹൃദയവും ഒത്തുചേരണം. നമ്മൾ പറയാറുണ്ടല്ലോ, അടുത്ത ശ്വാസം പോലെ നമ്മുടെ കയ്യിലല്ല, ജീവിതം ഒരു നീർക്കുമ്പള പോലാണ്. ഏത് നിമിഷത്ത് പൊട്ട. അപ്പൊ ഈ നിമിഷത്തെ വേഗമാണ് നമ്മുടെ ചെറിയ ആയുസ്. നമ്മൾ എന്തിനു വന്നു എന്ന കാര്യം നമ്മളെപ്പോഴും ഓർക്കണം. ആ ബോധത്തിൽ ജീവിക്കുവാനും ഈ ജന്മത്തിൽ ലക്ഷ്യം നേടുവാനും നമുക്ക് കഴിയട്ടെ. മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ.